എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? നമുക്കിന്നൊരു പാർട്സ് വരട്ടിയത് ഉണ്ടാക്കിയാലോ? പത്തിരിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൊന്നും ഞെക്കാനും മറക്കല്ല. അത് ബെല്ല് തൊട്ടാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാരുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നു സബ്സ്ക്രൈബ് ചെയ്യാണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വായോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാക്കൊത്ത്, ചെറിയുള്ളി, കറിവേപ്പില, തക്കാളി, വലിയുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പാർട്സ്. ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില പൊട്ടിയതിന് ശേഷം തേങ്ങ കൊത്തിട്ടിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി ഇടുക. ചെറിയുള്ളി കൂടുതലിടുന്നത് നല്ലതാണ്. കാരണം ഈ വരട്ടുന്നതിലെല്ലാം ചെറിയുള്ളിയാണ് കൂടുതൽ വേണ്ടിയത്. അപ്പോൾ കുറച്ചധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം അതൊന്ന് കളറ് മാറി വന്നാൽ അതിലേക്ക് നമുക്ക് കുനുകുനാ മുറിച്ചത് സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം ഒന്നങ്ങ് മിക്സാക്കുക. അതിന് ശേഷം അതിലേക്ക് ക്രഷ് ചെയ്ത മുളക് ഇടുക. അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. ഉപ്പിട്ടതിന് ശേഷം വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച തക്കാളി ഇടുക. തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും. അത് എൻ്റെ അടുത്ത് പൊടിയാണ് ഉള്ളത്. നിങ്ങളടുത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇട്ടാൽ മതി. ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, ചതച്ചിട്ടാലും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിട്ടതിന് ശേഷം നമുക്ക് എന്താക്കുക, ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് പിന്നെ ഒരു കാര്യം, ഇത് കൂടുതൽ എന്താക്കണ്ട, തക്കാളി ഉടയുന്നത് വരെ വഴറ്റി കൊടുക്കണ്ട കേട്ടോ. കാരണം ഈമേലുള്ള ഈ തക്കാളിൻ്റെ ഉള്ളീൻ്റെ ഒക്കെ വെള്ളം അന്ന് നമുക്കിതിലേക്ക് വേണ്ടത്. ഞാനൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച മസാലപ്പൊടികളിടുക. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് കേട്ടോ. കുരുമുളക് ലേശം അധികം ഇട്ടാലും നല്ലതാണ്, കുരുമുളക് നല്ലതാണ്, അധികം നല്ലത്. അപ്പോൾ എന്താക്കുക, നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ച് പാർട്സ് ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് മിക്സാക്കുക വെച്ചാൽ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കുക. നല്ലോണം വെന്ത് വറ്റി വരുന്നത് വരെ ചെറുതീയിൽ തന്നെ ആയിരിക്കണം. പിന്നെ അതേപോലെ ഇത് പുട്ടിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം. അപ്പോൾ ഓക്കെ, ബായ്.